കുവൈറ്റിലെ തീപിടുത്തത്തിൽ മരിച്ച മലയാളികളുടെ എണ്ണം ഉയരുന്നു. 22 പേരെ തിരിച്ചറിഞ്ഞെന്ന് നോർക്ക. മൃതദേഹങ്ങൾ ഇന്നു തന്നെ നാട്ടിലെത്തിക്കാൻ ശ്രമമെന്നും നോർക്ക. മരിച്ച 49 പേരിൽ 43 പേർ ഇന്ത്യക്കാർ. വിദേശകാര്യ സഹമന്ത്രി കുവൈറ്റിൽ. ആരോഗ്യമന്ത്രി വീണ ജോർജ് കുവൈറ്റിലേക്ക് രക്ഷാദൌത്യം ഏകോപിപ്പിക്കും. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 5 ലക്ഷം രൂപ വീതം ധനസഹായം. പരിക്കേറ്റവർക്ക് 1 ലക്ഷം രൂപ നൽകാനും മന്ത്രിസഭാ തീരുമാനം. നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ വീണ്ടും സുപ്രീം കോടതി ഇടപെടൽ. ഗ്രേസ് മാർക്ക് ലഭിച്ചവർക്ക് റീടെസ്റ്റ് നടത്താൻ ഉത്തരവ്. 1563 പേർക്കും 23 പുനഃപരീക്ഷ നടത്തും. കോഴിക്കോട് ഇൻകം ടാക്സ് ഓഫീസിലേക്ക് SFI നടത്തിയ മാർച്ചിൽ സംഘർഷം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്തുകൊണ്ട് തോറ്റെന്ന് കണ്ടുപിടിക്കണമെന്ന് MV ഗോവിന്ദൻ. നല്ലപോലെ തോറ്റു. അപ്പൊ ഇനി നമ്മൾ എന്താ വേണ്ടേ? എന്തുകൊണ്ട് തോറ്റു എന്ന കാര്യം നല്ലതുപോലെ കണ്ടുപിടിക്കണം. സൂക്ഷ്മമായിട്ട് പരിശോധിച്ച് ഏതൊക്കെ രീതിയിലാണ് നമ്മുടെ ഈ തോൽവിക്ക് അടിസ്ഥാനമായ കാര്യങ്ങളെന്ന് കണ്ടെത്തുക തന്നെ ചെയ്യും. കാരണം കണ്ടെത്തി തിരുത്തൽ വരുത്തും. പെൻഷൻ അടക്കമുള്ള കാര്യങ്ങൾ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിച്ചു. തോൽവി സംസ്ഥാന സർക്കാരിന്റെ വിധിയെഴുത്തല്ലെന്ന് ബിനോയ് വിശ്വം. മൂന്നാറിൽ വീണ്ടും കാറിൽ അഭ്യാസ പ്രകടനം. അപകടയാത്ര മൂന്നാർ ഗ്യാപ്പ് റോഡിൽ. കർശന നടപടിയെടുക്കുമെന്ന് മോട്ടോർ വാഹന വകുപ്പ്. കൊച്ചിയിൽ 2 വാഹനാപകടങ്ങളിലായി 3 മരണം. വൈറ്റിലയിൽ സ്കൂട്ടറിൽ കാറിടിച്ച് അച്ഛനും മകനും മരിച്ചു. കളമശ്ശേരിയിൽ പോത്തിടിച്ച് ബൈക്ക് മറിഞ്ഞ് കണ്ണൂർ സ്വദേശിക്ക് ദാരുണാന്ത്യം. കോട്ടയം മണർക്കാട് നിർത്തിയിട്ട ഗ്യാസ് ലോറി പിന്നോട്ട് ഉരുണ്ട് ഡ്രൈവർ മരിച്ചു.